കയ്യിൽ തോക്കുമായി എത്തിയ ചില ചെകുത്താന്മാർ എന്ന് പറഞ്ഞാൽ ചെകുത്താന്മാർ നമുക്കെതിരെ കേസ് കൊടുക്കും. ആ രൂപത്തിലുള്ള ഭീകരവാദികൾ, തീവ്രവാദികൾ കയ്യിലെ ചരട് തന്നെ പറഞ്ഞു തരും ഇവൻ ആരാണെന്നും എന്താണ് ഇവനെന്നും ഇവന്റെ വിശ്വാസം എന്താണെന്നും. ഏതോ പള്ളിയിൽ നിന്നും കറുത്ത ചരടും ഓതിക്കെട്ടി മുഹമ്മദ് അജ്മൽ അമീർ കസബ് എന്ന് പറയുന്ന വ്യക്തി, അയാൾ ഒരു പക്ഷേ ഇവിടെ നമ്മുടെ രാജ്യത്ത് തന്നെ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ നരേന്ദ്രമോദി എന്ന വ്യക്തി ഇന്ന് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുമായിരുന്നില്ല. ഒരുപക്ഷെ BJP എന്ന പാർട്ടി ഭാരതത്തിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുകയോ അതല്ലെങ്കിൽ ഈ ഭാരതം ഭീകരവാദികളുടെ കൈപ്പിടിയിൽ അമർന്ന് ഇപ്പോൾ നമുക്കിതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടുകയോ ചെയ്യാമായിരുന്നു. എന്നെപ്പോലെ എത്രയോ ആളുകൾ ഇന്ന് മണ്ണിനടിയിൽ അകപ്പെട്ടു പോകുമായിരുന്നു. കാരണം ഭീകരരാകുമായിരുന്നു ഈ രാജ്യം ഭരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത കയ്യിൽ ചരടും കീശയിൽ ബാംഗ്ലൂർ സ്വദേശിയാണ് എന്ന് പറയുന്ന സമീർ ദിനേശ് ചൗധരി എന്നയാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തിരിച്ചറിയൽ കാർഡും തിരികെ മുംബൈയിലെ കൂട്ടക്കൊലപാതകം നടത്തിയവരിൽപ്പെട്ട മുഹമ്മദ് അജ്മൽ അമീർ കസബിനെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. 1987 ജൂലൈ 13 ഫരീദ് കോട്ടിൽ പിറന്ന് 2012 നവംബർ 21 ഏർവാദ ജയിലിൽ വെച്ച് തൂക്കിക്കൊല്ലപ്പെട്ട അജ്മൽ കസബ് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ താരം. ഒരു തെറ്റും ചെയ്യാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ഒരു രൂപത്തിലും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പിണക്കമില്ലാത്ത, ഉപദ്രവിച്ചിട്ടില്ലാത്ത 72 നിരപരാധികളായ, നിരായുധരായ, നിസ്സഹായരായ ആളുകളെ കൊന്നൊടുക്കാൻ പങ്കുചേർന്നു എന്നതായിരുന്നു ഈ കാപാലികൻ ചെയ്ത ക്രൂരത. കുറെ പേരെ ഇല്ലാതാക്കാൻ ഇവന് കഴിഞ്ഞെങ്കിലും അവന് ജീവിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ കാലവും അവന് ജീവിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇത്തരം ആളുകളെ കൊന്നൊടുക്കിയതെങ്കിലും സ്വയം ചത്തൊടുങ്ങാൻ പോലും സാധിക്കാതെ പോയത് മുംബൈ പോലീസിലെ SI ആയിരുന്ന തൂക്കറാം ഒംബ്ലെയുടെ തന്ത്രപരമായ ഇടപെടൽ നിമിത്തം മാത്രമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവനായിരുന്നു. എന്നിട്ടും ഭീകരനെ വെറുതെ വിടില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ, ഈ രാജ്യത്തിന് അദ്ദേഹം ജീവൻ സമർപ്പിച്ചിട്ട് ഈ രാജ്യത്തിനു വേണ്ടി അദ്ദേഹം ബലിയാടായിട്ട് ഒരു ഭീകരനെ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു. യഥാർത്ഥ രാജ്യസ്നേഹികൾ തൂക്കാം ഓബ്ലെയെ ഒരിക്കലും മറക്കില്ല, മറക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള രാജ്യസ്നേഹികൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ച് സമ്പാദിച്ചു തന്ന സ്വാതന്ത്ര്യവും രാജ്യവുമാണിത്. അതുകൊണ്ടാണ് തൂക്കാം ഓബ്ലെ എന്ന വ്യക്തിയെ നമ്മൾ ആദരവോടുകൂടി സ്മരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ രാജ്യദ്രോഹികൾ തൂക്കിലേറ്റപ്പെട്ട അജ്മൽ കസബിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാണ് അജ്മൽ കസബ്. ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ തീവ്രവാദി, ഭീകരവാദി, നിസ്സഹായരായ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കാൻ വേണ്ടി ചുക്കാൻ പിടിച്ചതിന്റെ പേരിൽ. എന്നിട്ട് നമ്മുടെ നാട്ടിലെ രാജ്യദ്രോഹികൾ അവന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു, അവന് വീരപരിവേഷം നൽകുന്നു. ഏറെ കാലത്തിന് ശേഷം ഈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ തഹാവുർ ഹുസൈൻ റാണ പിടിയിലായിരിക്കുകയാണ്. ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച് ലോകത്തിന്റെ ഏതു കോണിൽ പോയി ഒളിച്ചാലും ശരി, തൂക്കും. ഭാരതം ഒടുവിൽ അവനെ ഈ മണ്ണിൽ തന്നെ എത്തിച്ചിരിക്കുന്നു. പലരുടെയും ഉറക്കം നഷ്ടപ്പെടും. കാരണം ഇവൻ ഈ ആക്രമണത്തിന് മുമ്പായി എറണാകുളത്ത് വന്നത് ആരെ കാണാനായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ തീരൂ. ഒരു പക്ഷേ ഇവിടെ ചിലർ നാടുവിടുകയോ അതല്ലെങ്കിൽ സ്വയം ജീവൻ അവസാനിപ്പിക്കാനോ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ റാണവായ തുറക്കരുത്, റാണെ കൊല്ലാനും സാധ്യതയുണ്ട്. ആരെ കാണാനാണ് തഹാവുർ ഹുസൈൻ റാണ കൊച്ചിയിലെത്തിയത്? അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോക്കാണ് കാര്യം. അക്ഷരാർത്ഥത്തിൽ പറയുന്നു, അജ്മൽ കസബിന് വേണ്ടി പ്രാർത്ഥിച്ചവർ, സദ്ദാം ഹുസൈനു വേണ്ടി പ്രാർത്ഥിച്ചവർ, ഇസ്മായിൽ ഹനിയയ്ക്കും യഹിയ സിൻവാറിനും വേണ്ടി മയ്യത്ത് നമസ്കരിച്ച് അവന്റെ ചോരയ്ക്ക് ഇസ്രായേലിനോട് പകരം ചോദിക്കണം എന്ന് പറഞ്ഞു വെല്ലുവിളിച്ചവർ, ഇപ്പോൾ തഹാവുർ റാണയ്ക്കു വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ഒരുങ്ങിക്കോളൂ എന്ന് തന്നെയാണ് നരേന്ദ്രമോദി നൽകുന്ന അവസാന സന്ദേശം. കുറച്ച് ചന്ദനത്തിരി വാങ്ങി വെച്ചോളൂ, തഹാവുർ റാണയ്ക്ക് വേണ്ടി കത്തിക്കണ്ടേ.
അവൻ്റെ അന്ത്യവും ഈ രാജ്യത്ത് തന്നെ. തഹാവൂർ റാണ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്, കേരളത്തിലെത്തിയിട്ടുണ്ട്, എറണാകുളത്തും കൊച്ചിയിലും സഞ്ചരിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരെ കാണാൻ? ആരാണ് അയാളെ സഹായിച്ചത്? പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനാ നേതാക്കൾ ഇയാളെ കണ്ടു എന്നും ചർച്ച നടത്തിയെന്നും പറയുന്നുണ്ട്. ആ ഭീകരരെ എന്തായിരുന്നാലും പൊക്കും. കാരണം NIA-യുടെ കയ്യിൽ സുരക്ഷിതനായി തഹാവൂർ റാണ ഇന്ന് ജീവനോടെയുണ്ട്. അതുകൊണ്ട് അതാരാണ്, ആ രാജ്യവിരുദ്ധനാരായിരുന്നാലും ശരി, പൊക്കിയേ തീരുമല്ലോ. ഇപ്പോഴിതാ കേൾക്കുന്നു, മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരമായ നടിയാണ് റാണയ്ക്കൊപ്പം അന്നുണ്ടായിരുന്നത്. തഹാവൂർ ഹുസൈൻ റാണയുടെ കാമുകിയായ ആ മലയാളി നടിയെ കാണാനാണ് തഹാവൂർ റാണ കേരളത്തിലെത്തിയത്. വാർത്ത കേൾക്കാം. ഞാൻ സംസാരിനോടൊപ്പം ടോക്കിയിരിക്കുന്നത് അത് ഇന്ന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയത്തെ കുറിച്ചായതുകൊണ്ട്, ഏറ്റവും അഭിമാനകരമായ ഒരു സമയമായതുകൊണ്ടും ഈ ടോക്ക് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റാണയെ അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൊച്ചിയുമായി റാണയ്ക്ക് വല്ലാത്തൊരു ബന്ധമുണ്ട്. ഒരു സ്ത്രീയുടെ പേരും ഒക്കെ ബന്ധപ്പെടുത്തിയൊക്കെ പറയുന്നുണ്ട്. എന്താണ് റാണയ്ക്ക് കൊച്ചിയിൽ കാര്യം? റാണയ്ക്ക് കൊച്ചിയിൽ എന്താണ് കാര്യം എന്നുള്ളത് ഇത് പുറത്തുവരാനില്ല. റാണ എന്തായാലും കൊച്ചിയിൽ വന്നിട്ടുണ്ടോ എന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. നമ്മുടെ കേരള പോലീസിന്റെ മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ ഇന്നലെ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞ ഇന്റർവ്യൂ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ സംഘത്തിലുണ്ടായിരുന്നു, NIA അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു, ഞാൻ റാണയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാണ പറഞ്ഞു കൊച്ചിയിൽ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊച്ചിയിൽ ദേശീയ ഏജൻസികളുടെ പക്കലുള്ള വിവരം നമ്മുടെ മുംബൈ സ്ഫോടനം നടക്കുന്ന 2008 സെപ്റ്റംബർ 26 2008 നവംബർ 26 ഈ മുംബൈ ഭീകരാക്രമണം നടക്കുന്നു. 166 പേരെ ഭീകരവാദികൾ 10 പേർ പാകിസ്ഥാനിൽ നിന്ന് ബോട്ട് വഴി വന്നവർ വെടിവെച്ചു വന്നു. അതിന് 10 ദിവസം മുമ്പാണ് റാണ കൊച്ചിയിലുള്ളത്. 10 ദിവസം എന്ന് പറയുമ്പോൾ 26-ാം തീയതി ഭീകരാക്രമണം ഉണ്ടാവുന്നു. അതിന്റെ 10 ദിവസം എന്ന് പറയുമ്പോൾ നവംബർ 16 കൊച്ചിയിലാണ്. കൊച്ചിയിൽ എവിടെ താമസിച്ചു എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസല്ല, ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. അത് മറൈൻ ഡ്രൈവിലുള്ള താജ് ഹോട്ടലിലാണ്. കൊച്ചിയിലെ താജ് ഹോട്ടലിലാണ് റാണ താമസിച്ചത്. അതായത് എമിഗ്രേഷൻ കൺസൾട്ടന്റ് എന്ന പേരിൽ വിസിറ്റിന്റെ പർപ്പസ് ഒക്കെ രേഖപ്പെടുത്തിയിട്ട് അങ്ങനെയാണ്. അവിടെ വന്നപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം, റാണ ഇവിടെ താമസിക്കുമ്പോൾ ഒരു ദിവസം താമസിച്ചുള്ളൂ. റാണയുടെ കൂടെ ഒരു യുവതി ഉണ്ടായി. ആ യുവതി ആരാണെന്ന് നോക്കുമ്പോൾ ഏതോ ചില മാധ്യമങ്ങളിലൊക്കെ ഭാര്യയാണെന്നൊക്കെ പറയുന്നു. ഭാര്യ അല്ല എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. കാരണം റാണ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഇയാള് കാനഡ പൗരനല്ല, പാകിസ്ഥാനിൽ ജനിച്ചു. 1990 മറ്റോ കാനഡയിലേക്ക് പോയി. കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുത്ത ആളാണ്. പാകിസ്ഥാൻ ഇന്നലെ നിഷേധിച്ചുകൊണ്ട് ഞങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല, 20 വർഷമായിട്ട് ഞങ്ങളുടെ പൗരനല്ല എന്നൊക്കെ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം റാണയെ പിടികൂടിയ പാകിസ്ഥാൻ വലിയ അടിയാണ്. അപ്പൊ അയാളുടെ ഭാര്യ വന്നതായിട്ട് രേഖകളിലില്ല. രേഖകളിൽ ഭാര്യ വന്നതായിട്ടില്ല എന്ന് പറയാൻ കാരണം മുംബൈയിലെ തന്നെ പൊവൈ എന്ന് പറയുന്ന സ്ഥലത്ത്, POWAI പൊവൈ എന്ന് പറയുന്ന സ്ഥലത്തെ ഹോട്ടലിൽ ഇയാൾ താമസിക്കുന്നു. അവിടെ തനിച്ചായിരുന്നു. അവിടെ നിന്ന് ആഗ്രയ്ക്ക് പോയിട്ടുണ്ട്, ഹാപ്പൂരിൽ പോയിട്ടുണ്ട്, പിന്നീടാണ് കൊച്ചിയിൽ പോകുന്നത്. ഈ സ്ഥലങ്ങളിലൊന്നും ഈ പറയുന്ന കൊച്ചി ഒഴിയുള്ള ഈ പൊവൈ, ആഗ്ര, ഹാപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ റാണ വന്ന് താമസിക്കുന്ന സമയത്തൊന്നും ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. കൊച്ചിയിൽ മാത്രം ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഭാര്യ ആകാശത്ത് പൊട്ടി കുറച്ചൊന്നുമല്ല. അപ്പൊ ഒരു സ്ത്രീ അന്ന് പകൽ അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നവംബർ 26 ഈ മുംബൈ ഭീകരാക്രമണം നടക്കുന്നത്. അതിന് തൊട്ട് തലേ മാസം ഒക്ടോബർ ഒരു സംഭവം കാശ്മീരിൽ നടന്നത്. കാശ്മീരിലെ കുപ്വാര എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് തീവ്രവാദികൾ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു. 6 പേരാണ് കൊല്ലപ്പെട്ടത്. സാധാരണ അവിടെ തീവ്രവാദികളായിട്ടുള്ള ഏറ്റുമുട്ടലിൽ സൈന്യം വെടിവെച്ചു വന്നാൽ ഇവരെ പരിശോധിച്ചിട്ട് ഇവിടെ ഐഡന്റിറ്റി ഒക്കെ നോക്കുമ്പോൾ മിക്കവാറും ആരായിരിക്കും പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി POK വഴിയൊക്കെ നുഴഞ്ഞു കയറി വന്നത്. പക്ഷെ അത് വലിയ അന്ന് കുപ്വാരയിൽ ഒക്ടോബറിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ മലയാളികൾ ഉണ്ടായിരുന്നു. നോക്കൂ, ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ പട്ടാളത്തോട് മലയാളി ഭീകരന്മാർ ഏറ്റുമുട്ടുന്നു. ഇന്ത്യൻ പട്ടാളത്തോട് ഒക്ടോബറിൽ അത് നടക്കുന്നു. നവംബറിൽ മുംബൈ ഭീകരാക്രമണം നടക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു ദിവസം റാണ കൊച്ചിയിൽ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അപ്പൊ കൊച്ചിയുമായി ബന്ധപ്പെട്ട എന്തോ ചില ഓപ്പറേഷൻസ് ഇവർ ആലോചിച്ചിരുന്നു. ഈ ഒരു സ്ത്രീ സാന്നിധ്യം പറയുമ്പോൾ തന്നെ ഒരു മലയാളി നടിയുമായി ഇയാൾക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ സ്ഥിരീകരിക്കാതെ വരുന്നുണ്ട്. എത്രത്തോളം ശരിയാണ്? കുറെ വർഷങ്ങൾക്ക് മുമ്പ് ധന്യവാദം ഉണ്ടാവും. കേരളത്തിലെ ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിലെ ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ഉടമയുടെ മകൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ വന്നിരുന്നു. കുറെ ഈ കേരളത്തിലെ ഒരു ജില്ലയിലെ ഇന്ത്യൻ പട്ടാളം അഫ്ഗാനികളെയോ ബംഗ്ലാദേശികളെയോ പാകിസ്ഥാനികളെയോ അതല്ലെങ്കിൽ ശത്രു സൈന്യത്തെയോ എതിരിടുന്നതിനെ സംബന്ധിച്ച് നമ്മൾ യഥേഷ്ടം കേട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ മലയാളികളോട് ഏറ്റുമുട്ടേണ്ടുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ സൈന്യത്തിനുണ്ടായി എന്ന് നമ്മൾ ഇപ്പോഴല്ലേ കേൾക്കുന്നത്. ഒരു ജില്ലയിലെ ഒരു റിസോർട്ടിൽ ഉണ്ടായിരുന്ന ഇറാനിയൻ സുന്ദരിമാരെ കാണാൻ പോകുന്ന വഴിക്കാണ് കൊല്ലപ്പെട്ടത്. ഇറാനിയൻ സുന്ദരിമാരെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു മുന്തിയ SUV കാറിൽ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടി, ആ കാലത്ത് ഹിറ്റായ ഒരു സിനിമയിലെ നായിക ഉണ്ടായിരുന്നു എന്നൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ
വിവാദമാകുന്ന ബിസിനസ് രംഗത്തെ കൊലപാതകം, അല്ലെങ്കിൽ നൊട്ടോറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മയക്കുമരുന്ന് ഇടപാട്, അല്ലെങ്കിൽ ഭീകരവാദം ഒക്കെ പറയുമ്പോൾ സുന്ദരിമാർ സ്വാഭാവികമായി കടന്നു വരും. അതിൽ സുന്ദരിമാർ എന്ന് പറയുമ്പോൾ സുന്ദരിമാർക്ക് ഒരു പഞ്ചും ആളുകൾക്ക് കേൾക്കുന്നവർക്ക് ഉണർവും ഒക്കെ കിട്ടാൻ ഒരു നടി എന്നുകൂടി പറയുമ്പോൾ പിന്നെ ഒരുപാട് കഥകൾക്ക് സ്കോപ്പുണ്ട്. ഏതായാലും സുന്ദരി ഉണ്ടായിരുന്നു, ഒരു യുവതി ഉണ്ടായിരുന്നു, സുന്ദരിയാണെന്ന് അറിയില്ല. എല്ലാ ആർട്ടിസ്റ്റ് നമ്പൂതിരി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വരയ്ക്കുന്ന എല്ലാം കലാമുദ്രി നമ്മുടെ രണ്ടാം കൂടത്തിന്റെ ഒക്കെ പരമാണ്. മലയാളി നടി ആരാണെങ്കിലും 8 നിലയിൽ പെട്ടു എന്ന് നോക്കിയാൽ മതിയല്ലോ. അവരുടെ ഈ പദവി, പണം, സിനിമാ മേഖലയിലെ നിറസാന്നിധ്യം, ഇതൊക്കെ നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള തുറുപ്പ് ചീട്ടാകുമോ എന്ന് കണ്ടറിയണം. ഒരു ഭീകരനുമായി, ഒരു രാജ്യവിരുദ്ധനുമായി, പാകിസ്ഥാൻ ഭീകര സംഘടനയിലെ ആർമി മാനായും ഡോക്ടറായും സേവനമനുഷ്ഠിച്ച തഹാവൂർ ഹുസൈൻ റാണ എന്ന ഭീകരനു വേണ്ടി, അയാൾക്ക് ശരീരത്തിന് ചൂട് കൊടുക്കാൻ, സുഖം കൊടുക്കാൻ ഒരു മലയാളി വനിതയുടെ, ഒരു സിനിമാ നടിയുടെ നിറസാന്നിധ്യം ഉണ്ടായി എന്ന് കേട്ടാൽ മാത്രം മതി അവരെ പോക്കുന്ന കാര്യം ഡോവൽ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്. നന്ദി.